ഹലോ എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ചില ആളുകളെങ്കിലും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഒരു ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ ആണ് കൂടുതലായിട്ടും കാണിക്കുന്നത് എന്നുള്ളത്. അതായത് ഒരു ദിവസം വളരെയധികം സ്നേഹത്തോടെ പെരുമാറും, പിറ്റേ ദിവസം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ഡിസ്റ്റൻസ് കാണിക്കും. ഇത്തരത്തിലൊരു കൺസിസ്റ്റൻസി ഇല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കും. മാത്രമല്ല, ഇങ്ങനെയുള്ള ആളുകളെ അങ്ങോട്ട് ചേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. എന്നെ സ്നേഹിക്കണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരോട് സംസാരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അങ്ങോട്ട് ചേസ് ചെയ്യേണ്ട, ഓവറായിട്ട് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. സോ ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് നമുക്കിതിനെ ഡീൽ ചെയ്യാൻ സാധിക്കുക? അവരോട് അങ്ങോട്ട് പോയി ചേസ് ചെയ്യാതെ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനും ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസിന് വേണ്ടി. എനിവേസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷന് ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ആലോചിക്കുക, ഒരു പക്ഷേ നമ്മൾ നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാതെ നമ്മുടെ കാര്യങ്ങളിലേക്ക് കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതായത് നമ്മൾ അവരോട് കൂടുതലായിട്ട് അറ്റാച്ച്ഡ് ആകുന്നു, അത് മാത്രമല്ല അവരുടെ കാര്യങ്ങളിലായിരിക്കും, സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ കാര്യങ്ങളിലായിരിക്കും കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുക. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡ്രീംസ്, ഗോൾസ് അല്ലെങ്കിൽ നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ മറന്നു പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അതിന് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും. സോ ആ കാര്യം കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നുള്ളതാണ്. പകരം നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്പർ 1 നിങ്ങൾ തന്നെ ആയി മാറുക. ഇതിലെല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണം. അത് നിങ്ങളുടെ കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ഇഷ്ടങ്ങളായിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളായിരിക്കാം. ഇത്തരത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെ തന്നെ മുൻഗണന കൊടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതിൽ നിങ്ങളുടെ സെൽഫ് കെയർ കൂടി ഉൾപ്പെടുത്തുക, നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, കോണ്ടാക്ട് ലിമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലുള്ള ബൗണ്ടറി കൃത്യമായി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകൾ അവർക്ക് ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കണം എന്ന് തോന്നുന്ന സമയത്ത് അവരുടെ ടൈം നോക്കി മാത്രം വന്ന് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെ എൻകറേജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഈ ഒരു ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ ഒട്ടും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത്, നിങ്ങൾ കോണ്ടാക്ട് ലിമിറ്റ് ചെയ്യുക. അവർ സംസാരിക്കണമെന്ന് അവർക്ക് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ട്, അത് നിറവേറ്റുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ അടുത്ത് കൂടുതലായിട്ട് സംസാരിക്കാൻ വരുന്നത്. നിങ്ങളെ കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് അന്വേഷിക്കാനോ ഒന്നും വരാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു കോണ്ടാക്ട് ലിമിറ്റ് ചെയ്യുക. വളരെ ഷോർട്ടായിട്ട് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, കൃത്യമായ ഒരു ബൗണ്ടറി, നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ സ്പേസ് അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനെ നമുക്ക് ഡീൽ ചെയ്യാൻ സാധിക്കുക. അതുകൂടി പറയാം. 3, ലൈഫിൽ കുറെ കൂടി സോഷ്യലൈസ് ആവുക എന്നുള്ളതാണ്. സോഷ്യലൈസ് ആവുക എന്നുള്ളത് കൊണ്ട് ഒരുപാട് എക്സ്ട്രോവേർട്ടായി മാറണം, അല്ലെങ്കിൽ എല്ലാ ആളുകളോടും അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കണം എന്നൊന്നും അല്ല പറയുന്നത്. ഒരു പക്ഷെ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത്, എസ്പെഷ്യലി ഒരു റിലേഷൻഷിപ്പിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത്, നമുക്കിഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു ഡൗൺ സ്റ്റേജ് ആയിരിക്കും. മെന്റലി നമുക്കൊരു വിഷമം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. മറ്റുള്ള ആളുകളോടൊന്നും അധികം സംസാരിക്കാത്ത ചില ആളുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ഒരു രീതിയിലേക്ക് മാറുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ നടക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുറെ കൂടി നിങ്ങളുടെ കംഫർട്ട് സോണിനനുസരിച്ച്, നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് മറ്റുള്ള ആളുകൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. ആ ആളുകളുമായിട്ട് കുറെ കൂടി മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുക, സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറെ കൂടി പ്രാക്ടിക്കലായി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. കുറെ കൂടി പോസിറ്റീവ് ആകാൻ, നിങ്ങളുടെ ലൈഫിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ട് അല്ലെങ്കിൽ മാറ്റം വരണം എന്നൊക്കെ ആഗ്രഹിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പോസിറ്റീവ് സൈഡ്
നിങ്ങൾ സന്തോഷിക്കുന്ന കാര്യങ്ങൾ, അത് നിങ്ങളുടെ ഒരു സ്മൈലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മൊമെന്റ്സ് ആയിരിക്കാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. ആ ഒരു പോസിറ്റീവ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളുമായി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വേർഡ് ആയിരിക്കാം, നിങ്ങളുടെ സ്മൈലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്റ്റോറി, സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാപ്പി മൊമെന്റ്സ്, നിങ്ങളുടെ ലൈഫിൽ കുറെ കൂടി പോസിറ്റിവിറ്റി ആണ് എന്ന് തോന്നിപ്പിക്കുന്ന, മറ്റുള്ള ആളുകൾക്ക് കൂടി ഒരു സ്മൈല് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഇങ്ങനെ സാഡായി അല്ലെങ്കിൽ വളരെയധികം ഡിപ്രസ്ഡ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിന് പകരം ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ഹൈലൈറ്റുകൾ മാത്രം ഷെയർ ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന് മറ്റൊരു റീസൺ കൂടിയുണ്ട്. നിങ്ങളുടെ ഇന്റൻഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ റിലേഷൻഷിപ്പിൽ ട്രീറ്റ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതായിരിക്കണം. നിങ്ങൾ വളരെയധികം ഡിപ്രസ്ഡ് ആണ്, അവരുടെ പ്രവൃത്തിയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്, അല്ലെങ്കിൽ വളരെയധികം വിഷമം അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരില്ലാതെ പറ്റില്ല എന്ന രീതിയിലൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ട് സ്റ്റേ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ ഒരിക്കലും കൂടില്ല, ഇത് കുറയാനാണ് കാരണമാവുന്നത്. മാത്രമല്ല അവർക്ക് നിങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു കാര്യം കൂടിയാണ്. നിങ്ങളോട് സംസാരിക്കാതെ, നിങ്ങളോട് ഒന്നും നിങ്ങളെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാതെ തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എന്ന് മനസ്സിലാക്കാൻ ഈസി ആയിട്ട് അവർക്ക് സാധിക്കും. എന്നാൽ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു കൗതുകം, ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. എങ്ങനെ, എന്തുകൊണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ ആ ഒരു കാര്യം കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് മറ്റുള്ള ആളുകളോട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും, അതല്ല സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും, അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ്, ഫിഫ്ത്ത് ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. അറ്റ് ദ സെയിം ടൈം ഈ പോയിന്റ് നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലിംഗ് ചെയ്യാൻ നിൽക്കരുത്. കാരണം നിങ്ങളെക്കുറിച്ച് എല്ലാ A to Z കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വള്ളി പുള്ളി തെറ്റാതെ എല്ലാ കാര്യങ്ങളും മറ്റുള്ള ആളുകൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. സോ അങ്ങനെയുള്ള ഒരു കാര്യം അത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. അതല്ല ഷോർട്ടായിട്ട് റിപ്ലൈ കൊടുത്താൽ മതി, അല്ലെങ്കിൽ വളരെ കുറച്ച് ഇൻഫർമേഷൻ മാത്രം ഷെയർ ചെയ്താൽ മതി എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഈ 5 കാര്യങ്ങൾ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനും, നിങ്ങളിപ്പോൾ എന്താണ്, ഒരു ചേഞ്ച് ആണ്, അല്ലെങ്കിൽ വളരെയധികം സ്ട്രോങ് ആയി മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യാനൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ ബെഗ് ചെയ്യാനോ എന്നെ ചേസ് ചെയ്യാനൊന്നും വരുന്നില്ല, ആൾ കുറെ കൂടി ബോൾഡായി എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, നിങ്ങളോട് ഇപ്പോഴും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പക്ഷേ ആ വ്യക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും ശ്രമിക്കുന്ന സമയത്ത് റഷ് ആയിക്കൊണ്ട്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒറ്റ ഇരിപ്പിന് അങ്ങ് പറയാന്ന് പറയുന്നത് പോലെയുള്ള കാര്യം ചെയ്യരുത്. ആദ്യത്തെ ഒരു പോയിന്റ് അപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളത്. റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. നമ്മുടെ ടൈം, എനർജി, ലവ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മൾ തന്നെയാണ് അപ്പോഴും ഒന്നാമത് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ചു നേരം സംസാരിക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ട് വീണ്ടും അവരോട് അങ്ങ് ഓവർ അറ്റാച്ച്ഡ് ആയി പോവും, വീണ്ടും പഴയതുപോലെ ആയി പോവും എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള കാര്യം നമ്മുടെ ലൈഫിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യണം. ആ കാര്യം മറന്നു പോകരുത് എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓവറായി റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ സാധിക്കും. ചേസ് ചെയ്യാതെ തന്നെ നമ്മുടെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി തിരികെ വരും എന്നുള്ളതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്